പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ലോകം മറ്റൊരു വലിയ ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുമെന്ന ആശങ്കയിൽ പല രാജ്യങ്ങളും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഭാരതത്തിന് പേടിക്കാൻ ഒന്നുമില്ല എന്ന ഉറച്ച സന്ദേശമാണ് ഇപ്പോൾ മോസ്കോയിൽ നിന്നും വരുന്നത്. ലോകത്ത് എന്ത് മാറ്റമുണ്ടായാലും എന്ത് സമ്മർദ്ദമുണ്ടായാലും ഇന്ത്യയെ കൈവിടില്ല എന്ന് റഷ്യ ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഇന്ത്യയുടെ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്ന റഷ്യ ഒരിക്കൽ കൂടി തങ്ങളുടെ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുകയാണ്. ഡൽഹി സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നൽകിയ ഉറപ്പ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് യാതൊരു പോറലുമേൽക്കാതെ റഷ്യയിൽ നിന്നുള്ള എണ്ണയും ഗ്യാസും കൽക്കരിയും സുഗമമായി ഒഴുകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ലാവ്റോവിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. വിപണിയിൽ എത്രത്തോളം അന്യായമായ മത്സരമുണ്ടായാലും എത്ര വലിയ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഇന്ത്യക്ക് നൽകിയ വാഗ്ദാനങ്ങൾ റഷ്യ പാലിച്ചിരിക്കും. അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധമോ അന്താരാഷ്ട്ര തലത്തിലെ ചതുരംഗ കളികളോ ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ വിതരണത്തെ ബാധിക്കില്ല എന്ന് ചുരുക്കം. നമ്മുടെ തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയം വെറുമൊരു വൈദ്യുത പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. ഈ പ്ലാന്റ് 2027 പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ റഷ്യയുടെ സാങ്കേതിക വിദ്യ വലിയ കരുത്താകുമെന്നും ലാവ്റോവ് ഓർമ്മിപ്പിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മൾ കേട്ടിരുന്ന ഹിന്ദി റൂസി ഭായ് ഭായ് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ചത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി അടിവരയിടുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദത്തെയും സാഹോദര്യത്തെയും സൂചിപ്പിക്കാൻ 1950-കളിൽ രൂപപ്പെട്ട പ്രസിദ്ധമായ നയതന്ത്ര മുദ്രാവാക്യമാണ് ഹിന്ദി റൂസി ഭായ് ഭായ്. ഇന്ത്യക്കാരും റഷ്യക്കാരും സഹോദരങ്ങളെ പോലെയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭേദ്യമായ സാംസ്കാരിക രാഷ്ട്രീയ ബന്ധത്തെയുമാണ് ഈ വാക്കുകൾ അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ ഇത്തരമൊരു ഉറപ്പ് ഇപ്പോൾ നൽകുന്നത്? അതിന് കാരണം ഇന്ത്യയുടെ ഇന്നത്തെ കരുത്തുറ്റ നേതൃത്വം തന്നെയാണ്. ലോകത്തെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സെർജി ലാവ്റോവ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ കാണിക്കുന്ന ചടുലത റഷ്യയെ പോലുള്ള വൻ ശക്തികൾക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പ്രതിരോധം, സാങ്കേതിക വിദ്യ, സിനിമ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാവുകയാണ്. വരും ദിവസങ്ങളിൽ ലാവ്റോവും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ച ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ബ്രിക്സ്, G20 രാജ്യങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ നിർണായക സ്വാധീനം ഉറപ്പിക്കുന്ന ചർച്ചകളാകും ഇവിടെ നടക്കുക. ലോകക്രമം മാറി മറിയുകയാണ്. സഖ്യങ്ങൾ തകരുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ മാറ്റങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജാവശ്യങ്ങളും വികസന കുതിപ്പും സുരക്ഷിതമാണെന്ന് റഷ്യ നൽകുന്ന ഉറപ്പ് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. എണ്ണവില കൂടുമെന്നോ പെട്രോൾ പമ്പ് നിലയ്ക്കുമെന്നോ സാധാരണക്കാരനായ ഭാരതീയൻ ഭയപ്പെടേണ്ടതില്ല. കാരണം ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വവും പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാൻ റഷ്യയെ പോലെ ഉറപ്പുള്ള ഒരു സുഹൃത്തുമുണ്ട്. ന്യൂസ് ഡെസ്ക്.